ആർക്കൈവ്ഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണനും സുതമാവും തമ്മിലുള്ള ഒരു സ്റ്റോറി നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ബാല്യകാലം മുതൽ ഒറ്റ ചങ്ങാതിമാരായിരുന്നു ശ്രീകൃഷ്ണനും സുതമാവും. ഇരുവരും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ചാണ് ഒന്നിച്ച് പഠിച്ചത്. കൃഷ്ണൻ ദ്വാരകയിലെ രാജാവായപ്പോഴും സുതമാവ് ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുന്ന ഒരു സാധു ബ്രാഹ്മണനെ തുടർന്നു. സുതമാവിനും കുടുംബത്തിനും ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പ്രയാസമായിരുന്നു. ഒരു ദിവസം സുതമാവിൻ്റെ ഭാര്യ തൻ്റെ കുട്ടികളുടെ വിശപ്പ് കണ്ടപ്പോൾ ശ്രീകൃഷ്ണനെ പോയി കാണാൻ സുതമാവിനോട് നിർബന്ധിച്ചു. കൃഷ്ണൻ തൻ്റെ പഴയ കൂട്ടുകാരനെ സഹായിക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. ആദ്യം സുതമാവിന് അതിന് മടിയായിരുന്നു. കാരണം ഒരു രാജാവിനെ കാണാൻ തനിക്ക് യോജിച്ചതൊന്നുമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. എങ്കിലും ഭാര്യയുടെ നിർബന്ധം കാരണം സുതമാവ് കൃഷ്ണന് സമ്മാനമായി നൽകാനായി ഒരു പിടി അവിലുമായി ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരേ ഒരു സമ്പാദ്യമായിരുന്നു. ദ്വാരകയിലെത്തിയ സുതമാവിനെ കണ്ട് കൃഷ്ണൻ അതിഥിയെ സന്തോഷിച്ചു. കൃഷ്ണൻ തൻ്റെ ഉറ്റ ചങ്ങാതിയെ കൊട്ടാരത്തിലേക്ക് ആനയിക്കുകയും സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകുകയും ചെയ്തു. രാജകീയമായ എല്ലാ ആദരവും സുതമാവിന് കൃഷ്ണൻ നൽകി. സുതമാവിന് താൻ കൊണ്ടുവന്ന അവൽ കൃഷ്ണന് കൊടുക്കാൻ ഒരു മടിയുണ്ടായി. എന്നാൽ കൃഷ്ണൻ അത് കണ്ടുപിടിക്കുകയും സന്തോഷത്തോടെ ആ അവൽ വാങ്ങി കഴിക്കുകയും ചെയ്തു. ഇതാണ് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള സമ്മാനമെന്ന് കൃഷ്ണൻ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ സുതമാവ് കൃഷ്ണനോടൊപ്പം കൊട്ടാരത്തിൽ താമസിച്ചു. എന്നാൽ തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് കൃഷ്ണനോട് നേരിട്ടൊന്നും ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മടങ്ങാൻ സമയമായപ്പോൾ സുതമാവ് കൃഷ്ണനോട് യാത്ര പറഞ്ഞു. കൃഷ്ണൻ സ്നേഹത്തോടെ അദ്ദേഹത്തെ യാത്രയാക്കി. സുതമാവ് തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ മനസ്സിലൊരു ചെറിയ വിഷമം തോന്നി. താൻ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി പോയതാണ്, എന്നാൽ ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം വിഷമത്തോടെ ഓർത്തു. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ സുതമാവ് അത്ഭുതപ്പെട്ടു. തൻ്റെ പഴയ കുടിലിൻ്റെ സ്ഥാനത്ത് ഒരു വലിയ കൊട്ടാരം, ഭാര്യയും കുട്ടികളും മനോഹരമായ വസ്ത്രങ്ങൾ തന്നെ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ താൻ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ എല്ലാം മനസ്സിലാക്കി തൻ്റെ സുഹൃത്തിന് ഐശ്വര്യം നൽകിയിരിക്കുന്നു എന്ന് സുതമാവിന് മനസ്സിലായി. ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില പാഠങ്ങളുണ്ട്. നിസ്വാർത്ഥമായ സൗഹൃദം. യഥാർത്ഥ സൗഹൃദത്തിൽ പദവിയോ സമ്പത്തോ ഒരു പ്രശ്നമല്ല. കൃഷ്ണൻ ഒരു രാജാവായിരുന്നിട്ടും തൻ്റെ പഴയ സുഹൃത്തിനെ യാതൊരു ഭേദചിന്തയും ഇല്ലാതെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. സുതമാവിൻ്റെ ചെറിയ സമ്മാനത്തെപ്പോലും കൃഷ്ണൻ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചത്. നൽകുന്നവൻ്റെ സ്നേഹവും സന്നദ്ധതയുമാണ് സമ്മാനത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത്, അല്ലാതെ അതിൻ്റെ ഭൗതിക മൂല്യമല്ല. അതുപോലെ തന്നെയാണ് ആഗ്രഹിക്കാതെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാതെ പോലും നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചേക്കാം. സത്യസന്ധവും ആത്മാർത്ഥവുമായ പ്രവർത്തികൾക്ക് എപ്പോഴും പ്രതിഫലമുണ്ടാവും. കൃഷ്ണൻ്റെയും സുതമാവിൻ്റെയും സൗഹൃദത്തിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു.